യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം, വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും വരെ കർത്താവ് എവിടെയായിരുന്നു, എന്തു ചെയ്യുകയായിരുന്നു? വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എങ്കിലും വളരെ ലളിതമായി പറയാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഇവരെയും അറിയിക്കുകയാണ്. വിഷയം: യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം താൻ എവിടെയായിരുന്നു, എന്തു ചെയ്യുകയായിരുന്നു? അതായത് വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെടുന്നു, ശനിയാഴ്ച, ഞായറാഴ്ച പകൽ യഹൂദന്മാരുടെ കണക്ക് പ്രകാരം, യഹൂദ സമയക്രമപ്രകാരം, നമ്മുടെ സമയക്രമപ്രകാരം അതിരാവിലെ താൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശനിയാഴ്ച, സ്പെസിഫിക്കായിട്ട് പറഞ്ഞ ശനിയാഴ്ച, അല്ലെങ്കിൽ കർത്താവ് മരിച്ചതിനും ഉയർത്തെഴുന്നേൽക്കുന്നതിനും ഇടയ്ക്ക് താൻ എവിടെയായിരുന്നു, എന്തു ചെയ്യുകയായിരുന്നു? ബൈബിളിൽ ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് 3 വാക്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ നിന്ന് 3 വാക്യങ്ങളല്ല, കൂടുതൽ വാക്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി 3 വാക്യങ്ങൾ കൂടി ലളിതമായി പറയാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ വാക്യം നമുക്ക് ഏവർക്കും അറിയാം. ക്രൂശിൽ കർത്താവ് കിടക്കുന്ന സമയം ഒരു കള്ളൻ പറഞ്ഞു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. ആ കള്ളനോട് യേശുക്രിസ്തു പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. രാജത്വം പ്രാപിച്ചു വരുമ്പോഴല്ല, ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. അപ്പോൾ ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ കർത്താവ് അന്ന് എവിടെയാണെന്ന് വ്യക്തമാണ്, പർദീസയിലാണ്. ഇനി രണ്ടാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലാണ് ആ വാക്യം. ഇത് 68-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൻ്റെ അത് വീണ്ടും പൗലോസ് അത് എടുത്തു പറഞ്ഞ് വിവരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എഫെസ്യർക്ക് 4-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. യേശുക്രിസ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു സന്ദർഭമുണ്ട്. എപ്പോഴായിരുന്നു അത്? കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരിക്കൽ പോലും ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയതായിട്ട് പറയുന്നില്ല. പക്ഷെ താൻ ഒരു വാക്യം ഇങ്ങനെ സൂചിപ്പിച്ചു. യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്ന പോലെ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ മനുഷ്യപുത്രൻ ഇരിക്കണമെന്ന് താൻ സൂചിപ്പിച്ചു. ആ പദം ഒന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടെ എടുത്തു പറയാം. 3 രാവും 3 പകലും, 3 രാത്രിയും 3 പകലും. അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്, ഞാനത് പിന്നീട് വിശദീകരിക്കാം. ഇനി 3-ാമത്തെ വാക്യം, ഇതാണ് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന വ്യക്തമാക്കുന്ന വാക്യം. അടുത്ത വാക്യമാണ് അത് പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങളാണ്. ഇത് ഒന്ന് വായിക്കാം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ജഡത്തിൽ മരണശിക്ഷ ഏറ്റു. അടുത്ത സംഭവിച്ചെന്താണ്? ആത്മാവിൽ ജീവിക്കപ്പെട്ടു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ തൻ്റെ ജഡശരീരം മരിച്ചു. അപ്പോൾ തന്നെ തൻ ആത്മാവിൽ ജീവിക്കപ്പെട്ടു. അടുത്തിങ്ങനെ എഴുതിയിരിക്കുന്നു, ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്തും എവിടെയോ ചെന്നു. ആത്മാവിൽ കർത്താവ് പോയി. എവിടെ പോയെന്ന് എഴുതിയിട്ടില്ല, ചെന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവർ ചെന്നിട്ട് എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ 3 വാക്യങ്ങൾ വായിച്ചു. 1-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ആ വാക്യത്തിന് വ്യക്തമാകുന്ന കാര്യം എന്താ? യേശുക്രിസ്തു തൻ ശരീരത്തിൽ ജഡശരീരത്തിൽ മരണം അനുഭവിച്ചതിന് ശേഷം, ജഡമരണമല്ല, ജഡശരീരത്തിൽ മരണം അനുഭവിച്ചതിന് ശേഷം താൻ എങ്ങോട്ടേക്ക് പോയി? പറുദീസയിലേക്ക് പോയി. അത് എങ്ങനെയാ പോയെ? ആത്മാവിൽ ജീവിക്കപ്പെട്ടിട്ട് ആത്മാവിൽ അവൻ ചെല്ലുകയായിരുന്നു പറുദീസയിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവ് ചെയ്ത കാര്യം 2 കാര്യം പറഞ്ഞു. ഒന്ന്, എഫേസ്യ ലേഖനത്തിൽ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ പോയി.
പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, അവിടെ പണ്ട് നോഹയുടെ കാലത്ത് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. സോ രണ്ട് കാര്യങ്ങൾ, രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് യേശുക്രിസ്തു ശനിയാഴ്ച ചെയ്തത്. ശനിയാഴ്ച എന്ന് പറയുമ്പോൾ കർത്താവ് വെള്ളിയാഴ്ച ക്രൂശിക്കുന്നു. ഞാൻ ആ ഒരു ഭാഗം ഒന്ന് പറയട്ടെ. ചില ആളുകളെങ്കിലും സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 3 ദിവസം കർത്താവ് ഭൂമിക്കുള്ളിലായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ആദ്യം ഈ ഭൂമിക്ക് ഉള്ളിൽ എന്ന് വെച്ചാൽ കല്ലറയ്ക്കുള്ളിൽ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ അനേക ആളുകൾ തന്നെ മരണശേഷം പാതാളത്തിലേക്ക് പോകുന്നതായിട്ട്, ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നതായിട്ട് ഒക്കെ പറയുന്നുണ്ട് അനേക ആളുകൾ. ദാവീദ് ഉൾപ്പെടെ അനേക ആളുകൾ. ഇപ്പം യാക്കോബ് പറയുന്നൊരു ഭാഗം ഇതാണ്, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക്. ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ആയുസിൻ്റെ മധ്യാഹ്നത്തിൽ പാതാള വാതിലകം പോകേണ്ടി വന്നു. അതേപോലെ ഹന്ന പറഞ്ഞ പോർഷനുണ്ട്. ഹന്ന പാട്ട് പാടുമ്പോൾ, ദൈവത്തെ സ്തുതിച്ച് പാട്ട് പാടുമ്പോൾ പറയുന്ന കാര്യമാണ്, അവൻ പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ നോക്കി ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഭൂമിയുടെ അധോഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത്, ഭൂമിയുടെ ഉള്ളിലിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കല്ലറയ്ക്കകത്ത് ശരീരത്തോടെ ഇരിക്കുന്ന കാര്യമല്ല കർത്താവ് അവിടെ പറഞ്ഞത്, പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാര്യമാണ്. ഇത് ഒത്തിരി വാസ്റ്റായിട്ടൊരു സബ്ജക്റ്റാണ്. പക്ഷെ ഞാൻ വളരെ ലളിതമായി പറയുക. കാര്യം ഈ പാതാളം പർദീസ എന്നൊരു വിഷയം ഞാൻ വളരെ ആഴത്തിൽ പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സമയം അവിടെ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്നുണ്ട്. ആരാണ് ഈ വിശുദ്ധന്മാർ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല ഈ പാതാളം പർദീസ എന്ന വിഷയം മാത്രം ഫോക്കസ് ചെയ്ത് ഒത്തിരി കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഈ ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം വളരെ ലളിതമായി പറയാം. അതായത് ഒത്തിരി തിയോളജി ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാതെ എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് ലളിതമായി പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എങ്ങനെ? ആത്മാവിൽ. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ മുസ്ലിങ്ങളായാലും നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു പോയെങ്കിൽ അപ്പോൾ പിന്നെ ദൈവം എവിടെ പോയി? താൻ ക്രൂശിൽ മരിച്ചല്ലോ. ക്രൂശിൽ മരിച്ചപ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ ദൈവം ഈ യൂണിവേഴ്സിൽ ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, യേശുക്രിസ്തു ശരീരത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അത് യേശുക്രിസ്തു എന്നല്ല, നമ്മളായാലും ഞാനായാലും ഇത് കേൾക്കുന്ന നിങ്ങളായാലും മൃഗങ്ങളൊഴികെ ഏത് മനുഷ്യനായാലും മനുഷ്യന് ദൈവത്തിൻ്റെ ജീവശ്വാസമുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരം മരിക്കുന്നു, ശരീരം മണ്ണോട് ചേർന്നു, അവൻ്റെ ആത്മാവ് ഇല്ലാതാകുന്നില്ല. ആത്മാവ്, അവൻ എന്ന വ്യക്തിത്വം ഒന്നുകിൽ പർദീസിലേക്ക് അല്ലെങ്കിൽ യാതനാസ്ഥലത്തേക്ക് കടന്നു പോകും. ആത്മാവിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവസാനമില്ല, പൂർണ്ണമായിട്ടുള്ളൊരു നാശമില്ല. അതായത് നമ്മുടെ ശരീരം നശിക്കുന്നത് പോലെ ആത്മാവ് നശിക്കത്തില്ല. വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവും താൻ ശരീരത്തിൽ മരണശിക്ഷ ഏറ്റെടുത്തപ്പോൾ തന്നെ ആത്മാവിൽ ജീവിക്കപ്പെട്ടവനായി പാതാള ഭാഗമായ പറുദീസിലേക്ക് ഇറങ്ങിച്ചെന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ്. അത് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, പാതാള ഭാഗമായി പർദീസിലേക്കാണ് കർത്താവ് ആദ്യം ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ആയി, ഇന്ന് നീ എന്നോട് കൂടെ പർദീസിലിരിക്കുമെന്ന് പറഞ്ഞത്. പർദീസിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഇനി അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? അവിടെ ഉണ്ടായിരുന്ന ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും ഈ ബദ്ധന്മാർ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 68-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഭാഗം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 68-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ, നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി, യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഉയരത്തിലോട്ട് കൊണ്ടുപോകുന്ന ചില വ്യക്തിത്വങ്ങളെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർ ഉയരത്തിൽ പോകാൻ യോഗ്യതയുള്ളവരായിരിക്കണം, അവർ വിശുദ്ധരായിരിക്കണം. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണം വരെ മരിച്ച വിശുദ്ധന്മാർ പറുദീസിലേക്കാണ് പോയത്. അത് പാതാള ഭാഗമേ പറഞ്ഞു. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളെൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കും. യാക്കോബിന് പ്രത്യാശയില്ലാത്തത് കൊണ്ടല്ല. യോബ് പറയുന്നുണ്ട്, ദാവീദ് പറയുന്നുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ അവരുടെ മരണത്തെ സൂചിപ്പിക്കുമ്പോൾ പാതാളത്തെ സൂചിപ്പിച്ച് പറഞ്ഞു. അവരുടെ പ്രത്യാശയില്ലാത്തത് കൊണ്ടല്ല, അവർ കടന്നു പോയിരുന്നത് പാതാള ഭാഗമേ പറുദീസിലേക്കായിരുന്നു.
അവിടെ അവർ ബദ്ധന്മാരായിരുന്നു. ബദ്ധന്മാരെന്ന് പറയുന്നത് നമ്മൾ അത് ഒന്ന് മനസ്സിലാക്കാൻ ഒരു വാക്യം കൂടെ പറയാം. യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. എന്നുവെച്ചാൽ പാതാളത്തിൻ്റെ താക്കോൽ, മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം കർത്താവ് താൻ മരിച്ചതുമായിട്ട് കണക്ട് ചെയ്ത പോലെ ഞാൻ മരിച്ചവനായിരുന്നു. ഇപ്പോൾ യേശുക്രിസ്തു മരിച്ചില്ല, ക്രൂശിൽ രക്ഷപ്പെട്ടു പോയെന്നൊക്കെ പഠിപ്പിക്കുന്ന മതങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇത് എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായമായിട്ട് കണക്ട് ചെയ്ത് പറയണം. അവിടെ പറയുകയാണ്, മരണത്തിൻ്റെ അധികാരി ആയിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ഇതെല്ലാം കണക്ട് ചെയ്ത് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പാതാളത്തിൻ്റെ അധികാരം ഒരു സമയത്ത് പിശാചിനായിരുന്നു. പാതാളത്തിൻ്റെ അധികാരം എന്ന് പറയുമ്പോൾ പറുദീസയുടെ അധികാരം ഒരു സമയത്ത് പിശാചിനായിരുന്നു. അതിനാൽ തന്നെയാണ് മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുന്നതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്, ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ആ അധികാരത്തിൽ നിന്ന് പിശാചിനെ നീക്കിക്കളഞ്ഞിട്ട്, അതായത് താക്കോൽ കാണിക്കുന്നത് അധികാരത്തെ കാണിക്കുന്നതാണ്, അല്ലാതെ ഒരു താക്കോലിട്ട് തുറക്കുന്ന കാര്യമല്ല പറയുന്നത്, അത് അധികാരത്തെ കാണിക്കുന്നു. ആ അധികാരത്തിൽ നിന്ന് പിശാചിനെ തോൽപ്പിച്ച് കളഞ്ഞിട്ട്, ഇത് ആത്മീക ലോകത്ത് നടക്കുന്ന യുദ്ധമാണ്. ഭൗതിക ലോകത്ത് തൻ കാൽവരി കുരിശിൽ തൻ ശാരീരികമായി ജയം ഭരിക്കുമ്പോൾ തന്നെ ആത്മീയ ലോകത്ത് വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം തൻ പാതാള ഭാഗമായ പർദീസിലേക്ക് ഇറങ്ങിച്ചെന്ന് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. ഇതേ കാരണത്തിൽ തന്നെയാണ് യോബിനോട് ഉള്ള വിഷയത്തിൽ ദൈവം പറഞ്ഞ്, നീ അവൻ്റെ ജീവനെ, എൻ്റെ പ്രാണനെ തൊടാൻ പാടില്ല. ദൈവം അവൻ അനുവാദം അവിടെ കൊടുക്കുന്നില്ല. കാരണം സാത്താന് വേണമെങ്കിൽ പ്രാണനെ തൊടാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചപ്പോൾ തൻ ആത്മാവിൽ ഇറങ്ങിച്ചെന്ന് പാതാളഭാഗമായ പർദീസിലേക്ക് ഇറങ്ങിച്ചെന്ന് സാത്താനെ ആ അധികാരത്തിന് എടുത്തു കളയുകയാണ്. അതുകൊണ്ട് മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്ന് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് വെള്ളി ശനി ദിവസങ്ങളിലാണ്. ഇനി അടുത്ത സംഭവിച്ചെന്താണെന്നറിയാമോ? അവിടെ ഉണ്ടായിരുന്ന ബദ്ധന്മാർ പിടിച്ചുകൊണ്ട് ഉയരത്തിലോട്ട് പോയി. പിടിച്ചുകൊണ്ട് ഉയരത്തിലോട്ട് പോയെന്ന് പറയുമ്പോൾ സാത്താൻ തടവിലാക്കി വെച്ചിരുന്ന, അല്ലെങ്കിൽ തടവിലാക്കി അവരെ കഷ്ടപ്പെടുത്തുക എന്നല്ല, അവരുടെ സുഖം അനുഭവിക്കുക, അത് നമുക്ക് വ്യക്തമാവുന്നത് ലാസറിൻ്റെ ഉപമയിലാണ്. ലാസറിൻ്റെ ഉപമയിൽ ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു, താഴെത്തട്ടിൽ ധനവാൻ കിടക്കുന്നു. ധനവാൻ ലാസറിനോടും അബ്രഹാമിനോടൊക്കെ ചോദിക്കുകയാണ്, കുറച്ച് വെള്ളത്തിന് വേണ്ടി താൻ ചോദിക്കുകയാണ്. അപ്പം ഇവർക്ക് തമ്മിൽ കാണാം, ഇവർ രണ്ടും ഒരേ സ്ഥലത്താണ്, പക്ഷെ ഒരാൾ മുകളിലും മറ്റൊരാൾ താഴെയുമാണ്, രണ്ട് തട്ടായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ പർദീസയിലാണെങ്കിൽ തന്നെ അവർ വിശ്രമത്തിലാണ്. അവർക്ക് നിത്യ പർദീസിലേക്ക്, സ്വർഗീയ പർദീസിലേക്ക് പോകാൻ കഴിയാതെ വണ്ണം അവർ തടവിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു ആ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലോട്ട് പോകും. ഈ ഉയരത്തിലോട്ട് പോകുന്ന സമയമാണ് ഉയർത്തെഴുന്നേൽക്കുന്ന സമയം. ഉയർത്തെഴുന്നേൽക്കുന്ന സമയമാണ് മഗ്ദലക്കാരത്തി മറിയെ കാണുന്നത്. അപ്പോൾ മറിയ യേശുവിനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ യേശുക്രിസ്തു പറയും, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചില ആളുകൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നേരെ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കലേക്ക് പോയി എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. തെറ്റാണ്. യേശുക്രിസ്തു പറയുവാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. അതായത് താൻ ക്രൂശിക്കപ്പെട്ടു, താൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് പോയി. യോന ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കത്തക്ക വിധത്തിൽ താൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് പർദീസിലേക്ക്, സ്വർഗീയ പർദീസിലേക്ക് കയറിപ്പോവുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. താഴോട്ടിറങ്ങിയെന്നല്ല, എടുക്കപ്പെട്ടു. കാരണം യേശുക്രിസ്തു ഉയർത്തതിന് ശേഷം പർദീസ ഇനി എവിടെയാണ്? പർദീസ ഉയരത്തിലാണ്, താഴെയല്ല, ഉയരത്തിലാണ്. ഇപ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ മരിച്ചാൽ അവൻ പോകുന്നത് ഉയരത്തിലെ പർദീസിലേക്കാണ്. ഇത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നേടിയ ഒരു വിജയത്തിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ഇതാണ് വെള്ളി ശനി ദിവസങ്ങളായിട്ട് സംഭവിക്കുന്നത്, ഈ സാത്താൻ്റെ മേൽ ജയം. രണ്ടാമത്തെ കാര്യം, അനുസരിക്കാത്ത തടവിലുള്ള ആത്മാക്കളോടുള്ള പ്രസംഗം. ഈ 2 കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ കാര്യത്തോട്ട് വരാം. രണ്ടാമത്തെ കാര്യം, ആരാണ് ഈ തടവിലുള്ള ആത്മാക്കൾ? ഞാൻ നേരത്തെ ഒരു വിഷയം ഒന്ന് തൊട്ടുപോയി. അതായത്
ഈ 3 രാവും 3 പകലും യേശുക്രിസ്തു ഭൂമിക്കുള്ളിൽ ഉണ്ടായിരുന്നോ? വെള്ളി, ശനി, ഞായർ അങ്ങനെ ദിവസം എടുക്കുമ്പോൾ 3 രാവും 3 പകലും എന്നത് ഫുൾഫിൽ ആവുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല എന്നൊരു പരാതിയുണ്ട്, എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് ഈ തടവിലുള്ള ആത്മാക്കളുടെ വിഷയം എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കണം, 3 രാത്രി 3 പകല്. 3 പകലും 3 രാത്രിയും എന്നല്ല പറഞ്ഞത്, 3 രാത്രി 3 പകല്. വിശദീകരിക്കാം. യേശുക്രിസ്തുവിനെ പിടിക്കുന്നത് രാത്രിയാണ്. പെസഹ വ്യാഴം, അല്ലെങ്കിൽ നമ്മൾ പെസഹ വ്യാഴം നമ്മൾ പറയുന്നത്, പെസഹ കഴിഞ്ഞതിന് ശേഷം കർത്താവ് ഗത്സമന തോട്ടത്തിലൂടെ കടന്നു പോകുന്നു. അവിടെ വെച്ച് ഇസ്കരിയോത്ത് യൂദ കാണിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് തന്നെ പിടിക്കുന്നത് ഇന്ന് വൈകുന്നേരം 6 മണി തൊട്ട് നാളെ വൈകുന്നേരം 6 മണി വരെ അവരെ സംബന്ധിച്ച് ഒരു രാത്രിയും ഒരു പകലുമാണ്. പകലും രാത്രിയുമല്ല, രാത്രിയും പകലുമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന് വെള്ളിയാഴ്ച പകൽ ക്രൂശിക്കുമ്പോൾ വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച പകൽ, ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച പകൽ എന്നൊരു ക്രമത്തിലോട്ട് നമുക്കവിടെ വരും. അപ്പം നിങ്ങൾ ചോദിക്കും, 3 പകലെ 3 രാത്രി എങ്ങനെയാവും എന്ന് ചോദിക്കും. തന്നെ പിടിക്കുന്നത് ഒരു രാത്രിയിലാണ്. ഈ രാത്രി തൊട്ട് അടുത്ത പകൽ വരെ താൻ ഭൂമിയുടെ ഉള്ളിലാവും. അടുത്ത പകൽ വെച്ചാൽ ഞായറാഴ്ച പകൽ വരെ. അപ്പം ഞായറാഴ്ച പകലല്ല, ഞായറാഴ്ച അതിരാവിലെ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കളെ കാര്യത്തിൽ മറിയ കടന്നു പോകുന്നത്. ശരിക്കും യഹൂദൻ്റെ ഒരു കണക്ക് പ്രകാരം അത് അവനെ സംബന്ധിച്ച് പകലാണ്. 3 നക്ഷത്രം ആകാശത്ത് വെളിപ്പെടുമ്പോൾ അത് അവനെ സംബന്ധിച്ച് പകലാണ്. അപ്പം ഇങ്ങനെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ 3 രാവും 3 പകലും കർത്താവ് പൂർണ്ണമായി ഭൂമിക്കകത്ത് ഇരിക്കുമെന്ന് പറഞ്ഞില്ല. താൻ 3 രാവും 3 പകലും ഇരിക്കും. എന്ന് വെച്ചാൽ 3ാമത്തെ പകലിലാണ് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയം അവിടെ നിർത്തുന്നു. അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആരായിരുന്നു ഈ തടവിലുള്ള ആത്മാക്കൾ? തടവിലുള്ള ആത്മാക്കൾ ആരാണെന്ന് വളരെ വ്യക്തമായി അവിടെ തന്നെ പറയുന്നുണ്ട്. പണ്ട് നോഹയുടെ കാലത്ത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. നോഹയുടെ കാലത്ത് സംഭവിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യം ഉള്ളവരെന്ന് കണ്ടിട്ട് അവരോട് ഇടപെട്ട് അവർ അടുത്ത മക്കളെ, അടുത്തൊരു ജനറേഷനെ ജനിപ്പിക്കുന്നു. അവർ ആദ്യകാലത്തെ മല്ലന്മാർ എന്നറിയപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നോഹയുടെ കാലത്താണ് സംഭവിക്കുന്നത്. ആരായിരുന്നു ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ? ചില ആളുകൾ പറയുന്നത് അത് ശേത്തിൻ്റെ വംശപാരമ്പര്യമാണെന്നാണ്. വിഡിത്തമാണ്. യാതൊരു വചനാടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. ഇവരാരായിരുന്നു എന്നുള്ളത് ബൈബിളിന് പുറത്തുള്ള അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്നും യഹൂദന്മാർ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു. ഇനി യൂദയുടെ ലേഖനത്തിൽ ഇവരെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ ആ ഒരു വാക്യം ഒന്ന് വായിക്കാം. യൂദയുടെ ലേഖനത്തിൽ വ്യക്തമായിട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട്. യൂദയുടെ ഇങ്ങനെ പറയുകയാണ്, 6-ാം വാക്യം: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങല ഇട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ള. അപ്പം ഈ ഒരു വാക്യത്തെ ഞാൻ എടുക്കുമ്പോൾ ഈ ശേത്തിൻ്റെ വംശപാരമ്പര്യമാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്ന ആളുകൾ വാദിക്കുന്നത്. ഇത് സാത്താനെക്കുറിച്ച് പറയുന്നതാണ്, സാത്താൻ വഞ്ചിച്ച ദൂതന്മാരെക്കുറിച്ച് പറയുന്നതാണ് എന്നൊരു വാദമുണ്ട്. അതും തെറ്റ്. സാത്താൻ വഞ്ചിച്ച ദൂതന്മാരെ ദൈവം ഇങ്ങനെ തടവിലാക്കിയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ സാത്താൻ വഞ്ചിച്ച ദൂതന്മാരാണ് ദുഷ്ടാത്മസേന എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദുഷ്ടാത്മസേന. സാത്താൻ വലിയ ദൂതഗണമുണ്ട്. ഈ ദൂതഗണമാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നാട്ടിലും ആ നാട്ടിലെ ആളുകളുടെ ഉള്ളിലെ വിശ്വാസപ്രകാരം അവരുടെ മുമ്പിൽ പ്രത്യക്ഷമാവുകയും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ഈ ദൂതന്മാരാണ്. ഇപ്പോൾ ഒരു നാട്ടിലെ ജനം വിശ്വസിക്കുകയാണ് അവരുടെ ദേവൻ അല്ലെങ്കിൽ ദേവിക്ക് ഒരു കോഴിയുടെ തലയുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ ഈ ദുഷ്ടാത്മ സൈന്യയിലെ സേന അവിടുത്തെ ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അവിടെ വിശ്വാസം വർദ്ധിക്കും, അവരെ വഞ്ചിച്ചു കൊണ്ടിരിക്കും. അത് ഈ സാത്താൻ ഒരിക്കലും സാത്താന് ദൈവത്തിൻ്റെ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഇല്ല. ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ദൈവത്തിന് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ആയിരിക്കാൻ കഴിയും. സാത്താൻ അത് പറ്റത്തില്ല. സാത്താൻ ദൂതൻ മാത്രമാണ്. അവനൊരു കെരൂബാണ്, അവൻ മറയ്ക്കുന്ന കെരൂബാണ്, അവൻ ശ്രേഷ്ഠതയേറിയ ദൂതനാണ്. അവൻ ഭൂമിയിൽ ഊടാടെ സഞ്ചരിക്കാൻ കഴിയും, പക്ഷെ ഒരേ സമയം പല സ്ഥലത്തായിരിക്കാൻ കഴിയത്തില്ല. അവൻ ചെയ്യുന്നത് അവൻ തൻ്റെ ദൂതഗണങ്ങളെ, അവന് കീഴിലുള്ള ദൂതഗണങ്ങളെ ഓരോ സ്ഥലത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ദൂതന്മാരെ ആണ് ദൈവം തടവിലാക്കിയതെങ്കിൽ സാത്താൻ ഇത്രയും പ്രവർത്തിക്കാൻ സാധിക്കത്തില്ലായിരുന്നു.
അവിടെ തന്നെ ആ വാദം തെറ്റുകയാണ്. പിന്നെ ആരാണ് ഈ ദൂതന്മാർ? ഇവരുടെ കുറ്റം എന്താണ്? ഇവരുടെ കുറ്റം ഒന്നും ഇവർ അനുസരിച്ചില്ല. സാത്താൻ്റെ കുറ്റം അഹങ്കാരമായിരുന്നു, മത്സരമായിരുന്നു. ദൈവത്തിൻ്റെ സ്ഥാനം വേണമെന്ന് അഹങ്കരിച്ചു, മത്സരിച്ചു. പക്ഷെ ഇവരുടെ കുറ്റം ഇവർ അനുസരിച്ചില്ല. രണ്ടാമത്തെ കുറ്റം, ഇവർ സ്വന്തം വാസസ്ഥലം, സ്വന്തം അവരുടെ ദൈവർക്ക് കൊടുത്ത ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാതെ അതിനെ ഉപേക്ഷിച്ച് അവരുടെ വാസസ്ഥലം, ദൈവർക്ക് കൊടുത്ത ആ സ്വർഗീയ സ്ഥലം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതാണ് ഇവരുടെ കുറ്റം. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഈ ദൂതന്മാരെ പാതാളത്തിൽ തടവിലാക്കിയിരിക്കുകയാണ് അന്ത്യന്യായവിധിക്കായി. അവിടെയാണ് നമ്മൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ദൂതന്മാരോട് കർത്താവ് പ്രസംഗിച്ചു. എന്തായിരിക്കാം പ്രസംഗിച്ചത്? അവർക്ക് വെളിപ്പാടാനുള്ള ന്യായവിധി. കാരണം അവരുടെ മുമ്പിൽ വെച്ച് സാത്താൻ തടവിലാക്കിയിരുന്ന വിശുദ്ധന്മാരെ കർത്താവ് വിടുവിച്ചു പോവുകയാണ്, സാത്താനെ തോൽപ്പിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും പൂർണ്ണനാശം അന്ത്യനാളിൽ ഉണ്ടാകും എന്ന് തന്നെയായിരിക്കും കർത്താവ് പ്രസംഗിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഈ വെള്ളി ആഴ്ച കർത്താവ് മരിച്ചതിന് ശേഷം, ശരീരം മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ സംഭവിച്ചു. യേശുക്രിസ്തു ശരിക്കും ക്രൂശിൽ ചെയ്ത കാര്യം എന്താ? ഞാൻ ക്രൂശിൽ സകല മനുഷ്യരുടെയും പാപത്തിന് യാഗമായിട്ട് മാറുകയാണ്. ദൈവം മനുഷ്യ ശരീരത്തിൽ ഇറങ്ങി വന്നതുകൊണ്ട്, മനുഷ്യ ശരീരത്തിൽ ക്രൂശ് മരണം ഏറ്റെടുത്തത് കൊണ്ടാണ് സകല മനുഷ്യരുടെയും പാപത്തിന് യാഗമായിട്ട് അത് കാരണമായത്. ഇപ്പോൾ എന്നെപ്പോലൊരു മനുഷ്യൻ പോയി ക്രൂശിൽ മരിച്ചിട്ട് കാര്യമില്ല, ദൈവം തന്നെ മരിച്ചു. ഇനി ഈ യാഗത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതൻ തൻ യാഗം അർപ്പിച്ച മൃഗത്തിൻ്റെ രക്തവുമായി തൻ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി ചെന്ന്, ആദ്യം വിശുദ്ധ സ്ഥലത്തും പിന്നീട് അതിവിശുദ്ധ സ്ഥലത്തും കയറി ചെന്നതിന് ശേഷം മടങ്ങി വന്നാണ് ജനങ്ങളുടെ മേൽ രക്തം തളിക്കുന്നത്. അപ്പോഴേ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതുപോലെ യേശുക്രിസ്തു താൻ കാൽവരി ക്രൂശിൽ യാഗമായി താൻ പർദീസിലേക്ക് ഇറങ്ങിച്ചെന്നു, പാതാളഭാഗം പർദീസിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെയുള്ള വിശുദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് താൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി 3-ാം ദിവസം. അപ്പോഴാണ് മഗ്ദലക്കാരത്തി മറിയെ കാണുന്നത്. മഗ്ദലക്കാരത്തി മറിയുടെ വിഷയം പരിഹരിച്ച ശേഷം താൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോയി, യാഗരക്തവും ഇതൊക്കെ എബ്രായ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. കയറിപ്പോയി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ്, അപ്പോഴാണ് 3 ദിവസത്തെ കണക്ക് പൂർണ്ണമാവുന്നത്. ആക്കിയതിന് ശേഷമാണ് പിന്നീട് വന്ന് ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തോമസിന് തൊട്ടു നോക്കാൻ പറയും. മഗ്ദലക്കാരത്തി മറിയെ തൊടാൻ അനുവദിക്കത്തില്ല, പക്ഷെ തോമസിനെ തൊടാൻ അനുവദിക്കണം. താൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് മടങ്ങിയാണ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. എൻ്റെ വാക്കുകളൊന്ന് ചുരുക്കട്ടെ, അല്പം ലഘുവായിട്ടാണ് പറഞ്ഞത്, എങ്കിലും സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതിന് ശേഷം താൻ ആത്മാവിൽ ജീവിക്കപ്പെട്ടവനായി പാതാള ഭാഗമായ പർദീസിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സാത്താനെ മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് തോൽപ്പിച്ച്, പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് തോൽപ്പിച്ച് താക്കോൽ താൻ നേടിയെടുത്ത്, താക്കോൽ നേടുക എന്ന് വെച്ചാൽ അധികാരം, മരണത്തിന്മേലും പാതാളത്തിന്മേലുള്ള അധികാരത്തിൽ നിന്ന് സാത്താനെ നീക്കിക്കളഞ്ഞിട്ട്, ഇപ്പോൾ ഈ മരണത്തിന്മേൽ അധികാരം വെച്ചാൽ ഈ ബദ്ധന്മാരെ അവരുടെ വീട്ടിലേക്ക് വിടാതെ വേണം, പാതാള ഭാഗം പർദീസിൽ തടഞ്ഞു വെച്ച ആ അധികാരത്തിന് ഉദ്ദേശിക്കുന്നത്. അതിനെ തകർത്ത് കളഞ്ഞ് ബദ്ധന്മാരെ, വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് താൻ ഉയരത്തിലോട്ട് പോയി. ഉയരത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അതേ സ്ഥലത്ത് തടവിൽ കിടക്കുന്ന, താഴെത്തട്ടിൽ തടവിൽ കിടക്കുന്ന ആ അനുസരിക്കാത്ത ആത്മാക്കളോട്, ദൂതന്മാരോട് നിത്യന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ച ശേഷം നിത്യശിക്ഷാവിധിയെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും അവർ പ്രസംഗിക്കുക മാത്രമല്ല അവിടെ ചെയ്ത് കാണിക്കുകയാണ്. ചെയ്ത് കാണിച്ച ശേഷമാണ് കർത്താവ് ഇവരെ പിടിച്ചുകൊണ്ട് ഉയരത്തോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ ഒരു സമയത്ത് യെരൂശലേമിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമാവുന്നത്. കാരണം ഇത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സമയമായിരുന്നു. മുകളിലത്തെ പർദീസിലോട്ട്, 3-ാം സ്വർഗമായ പർദീസിലൂടെ കയറിപ്പോകുന്ന സമയമാണ്. അതാണ് ഈ 2 ദിവസങ്ങളിൽ സംഭവിച്ചത്. ഈ ഒരു വിഷയം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദൈവമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.